സ്വർണ്ണ നിറമുള്ള തേക്കിൻ്റെയും സുന്ദരമായ പ്രകൃതിയുടെയും നാടായ നിലമ്പൂർ നഗരമധ്യത്തിലെ ഈ ഉണ്ണിമിശിഹ പള്ളിയുടെ അങ്കണത്തിലെ ഈ പൂവിതളിനും ഈ ദേവാലയമുറ്റത്തിനും ഈ സിമൻ്റ് തറയിലെ മുറിപ്പാടുകൾക്കും ഒരു കുടുംബത്തിൻ്റെ ആപത്തിൽ നിന്നുള്ള രക്ഷയുടെ കഥ നമ്മോട് പറയുവാനുണ്ട്. 91 സങ്കീർത്തനത്തിലെ കർത്താവിൻ്റെ സംരക്ഷണം ജീവിതഗാനമാക്കിയ ഒരു കുടുംബത്തിൻ്റെ നന്ദിയുടെ കഥ പറയുവാനുണ്ട്. തങ്ങൾ ദിനവും ശുശ്രൂഷ ചെയ്യുന്ന ദേവാലയത്തിന് മുന്നിൽ നിന്നും തങ്ങളുടെ പ്രിയമകനെ ദൈവം സംരക്ഷിച്ച പരിപാലനയുടെ കഥ പറയുവാനുണ്ട്. ഇത് ഇക്കഴിഞ്ഞ ജനുവരി 17 ഈ ദേവാലയ അങ്കണത്തിൽ രാവിലെ വഴിതെറ്റിയെത്തിയ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ട ക്ലിഫ്റ്റൺ എന്ന യുവാവിൻ്റെ ദൈവിക സാക്ഷ്യചിത്രങ്ങൾ. കർത്താവിൽ ആശ്രയിക്കുന്ന കുടുംബങ്ങളെ രക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവസ്നേഹത്തിൻ്റെ നേർചിത്രങ്ങൾ. കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന ഈ ഉൾപേജ് വാർത്തയ്ക്കുമപ്പുറം കർത്താവിൻ്റെ സംരക്ഷണം ദിനവും യാചിക്കുന്ന ഒരു കുടുംബം ഒരു വലിയ ദുരന്തത്തിൽ നിന്നും നേടിയ രക്ഷയുടെ സങ്കീർത്തനം. തങ്ങൾ ദിനവും ശുശ്രൂഷ ചെയ്യുന്ന ഈ ദേവാലയത്തിൻ്റെ അൾത്താരയ്ക്ക് മുന്നിൽ അസാധ്യമെന്ന് തോന്നിപ്പിക്കുന്ന അത്ഭുതമായി ദൈവത്തിൻ്റെ കരം ഈ ആനവാതിലിന് മുൻപിൽ ദൃശ്യമായ സംഭവം ഈ കുടുംബം നമ്മോട് പങ്കുവയ്ക്കുന്നു. ഈ ദേവാലയത്തിൻ്റെ ആനവാതിലിന് മുൻപിൽ നിന്നും തിരികെ കാട്ടിലേക്ക് മടങ്ങിയ ആനയുടെ പരാജയപ്പെട്ട ആക്രമണ കഥ. ഞാൻ ആൻ്റണി ഡിക്കോത്ത, ഒരു റിട്ടയേർഡ് ഫോറസ്റ്ററാണ്. ഇതെൻ്റെ ഭാര്യ അന്നമ്മ ജോർജ്, നിലമ്പൂർ ഗവൺമെൻറ് ജില്ലാ ആശുപത്രിയിലെ റിട്ടയേർഡ് നേഴ്സിംഗ് സൂപ്രണ്ടാണ്. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്, ഒരു മകളും ഒരു മകനും. മകൾ അൽറീന ഡിക്കോത്ത BSc നേഴ്സിംഗ് കഴിഞ്ഞ് ILTS പഠിക്കാൻ പോയിരിക്കുന്നു. മകൻ ക്ലിഫ്റ്റൺ ഡിക്കോത്ത BSc പഠിച്ചുകൊണ്ടിരിക്കുന്നു. ജനുവരി മാസം 17 അതൊരു ഞായറാഴ്ചയായിരുന്നു. രാവിലെ 8 മണിയുടെ കുർബാനയ്ക്ക് മുമ്പേ പള്ളി ക്ലീനാക്കുന്നതിന് വേണ്ടി ഞാനും ഭർത്താവും കൂടെ പള്ളിയിലെത്തിയുണ്ടായി. അപ്പോൾ ഞങ്ങൾ സങ്കീർത്തി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 6:45 ആയപ്പം മോൻ ഞങ്ങളെ സഹായിക്കാനായിട്ട് എത്തിയുണ്ടായി. മോൻ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഇവിടെ ആനവാതിലിൻ്റെ മുന്നിൽ സ്കൂട്ടി കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ അവനൊന്ന് ജസ്റ്റ് അച്ഛൻ്റെ മേടയിലേക്ക് നോക്കിയപ്പോൾ അച്ഛൻ്റെ മേടയുടെ മുന്നിൽ പൂമരത്തിൻ്റെ ചുവട്ടിൽ ആന നിൽക്കുന്നത് കണ്ടു. മകൻ ഇവിടെ സ്കൂട്ടിയിൽ നിൽക്കുന്ന സമയത്ത് ആനയെ തൊട്ടടുത്തെത്തി. ആനയെ കണ്ട് ഇവൻ മറിഞ്ഞു വീഴുകയും അവിടെ നിന്ന് മകനെയും സ്കൂട്ടിയും കൂടി തട്ടിത്തെറിപ്പിച്ച് തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് ഇടുകയാണ് ഉണ്ടായത്. പള്ളിയുടെ അകത്ത് സങ്കീർത്തിയിൽ ഞാൻ തൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കരച്ചിലും ഈ ഇരുമ്പ് പുൽക്കൂടും വീഴുന്ന ഒച്ച കേട്ട് ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ആ എറിഞ്ഞിട്ട സ്ഥലത്ത് നിന്ന് കൊച്ചിനെ കോരിയെടുത്ത് ഈ പള്ളിയുടെ മൂല തൂണിനോട് വലിച്ചെറിയുന്നതാണ് ഞാൻ കണ്ടത്. തുടർന്നുള്ള ബഹളം വയ്ക്കലിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയുടെ തൊട്ടും അടുത്തുള്ള വീട്ടിൽ നിന്നും മിനി എന്ന അവർ ഓടി വന്ന് അവരും ബഹളം വെച്ച്, പള്ളിയുടെ വലതുഭാഗത്തുള്ള വീട്ടുകാരും ബഹളം വെച്ചു. പിന്നെ ഇത് കുറേ ദൂരം നിന്നിരുന്ന ആൾക്കാരുടെയും ബഹളം കേട്ട് ഈ ആന പിന്നെ ഇവിടെ നിന്ന് വന്ന വഴിയെ തന്നെ ഇടതുഭാഗത്തുകൂടി തന്നെ പോവുകയും ചെയ്തു. 6:30 പപ്പയും മമ്മിയും പള്ളി ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ അവരുടെ പിന്നാലെ ഒരു 6:45 ഞാനും പള്ളിയിലേക്ക് എത്തി. അപ്പോൾ എനിക്ക് സങ്കീർത്തിയിലേക്കായിരുന്നു പോകേണ്ടത്. പക്ഷേ വലത്ത് സൈഡിലേക്ക് പോകേണ്ട ഞാൻ അച്ഛൻ്റെ മേടയിലേക്ക് വെറുതെ ഒന്ന് നോക്കി. അപ്പോൾ നോക്കിയ ടൈമിൽ തന്നെ ആന ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആനേനെ കണ്ട് പേടിച്ച് ഞാൻ വണ്ടി വലത്തേക്ക് തിരിച്ചു, അതായത് സങ്കീർത്തിയിലേക്ക് പോകാൻ വേണ്ടി. പക്ഷേ എനിക്ക് വണ്ടി എടുക്കാൻ സാധിച്ചില്ല. അപ്പോഴത്തേക്ക് ഞാൻ നിലത്തേക്ക് വീണു. എൻ്റെ നിലത്തേക്ക് വീണ പിന്നാലെ തന്നെ ആന ഓടി വരികയും എന്നെ തട്ടി നിലത്തേക്ക് ഇടുകയും ചെയ്തു. ഞാൻ ഇൻ്റർലോക്കിലാണ് വീണത്, പക്ഷേ ആന എന്നെ തട്ടി മണ്ണിലേക്ക് ഇട്ടു. അതിനുശേഷം ആന എന്നെ ഇങ്ങനെ പാസ് ചെയ്യണം, അതായത് ഓരോ കാലും കവച്ച് വെച്ച് പോകണം. പക്ഷേ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ടൊന്നും സംഭവിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് ആനയൊന്ന് തിരിഞ്ഞു. പിന്നെ അതൊന്നും എൻ്റെ ഓർമ്മയിലില്ല, അത്ര വരെ എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നപ്പോഴും എനിക്ക് ചെറിയ പരിക്കുകൾ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇവിടെ വലത്ത് ഷോൾഡറിലും പുറത്തൊരു ചതവ് ഉണ്ടായിരുന്നു. പക്ഷേ അത് 1.5 ആഴ്ച കൊണ്ട് തന്നെ ചതവ് ഉണങ്ങി. ഓരോ ദിവസവും മരുന്ന് കഴിക്കാനനുസരിച്ച് നീര് കുറഞ്ഞു, വേദനകൾ മാറി. അങ്ങനെ ഒരു 1.5 ആഴ്ച 2 ആഴ്ച കൊണ്ട് തന്നെ ഷോൾഡർ പെയിൻ കാര്യങ്ങളൊക്കെ മാറി. അപ്പോൾ അന്ന് എല്ലാം കഴിഞ്ഞ് ആശുപത്രിയിൽ ഞങ്ങൾ ഒബ്സർവേഷനിൽ ഇരുന്നുള്ളൂ, അഡ്മിറ്റ് പോലും ആയില്ല. അപ്പോൾ ഇൻറ്റേർണൽ ഇഞ്ചുറി എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഒബ്സർവേഷനിൽ ഇരിക്കാനേ പറഞ്ഞുള്ളൂ. എക്സ്റേയിലും പൊട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, ചതവ് മാത്രം. അതും എക്സ്റേ എടുക്കണതിന് മുന്നേ ഡോക്ടർമാർ പറഞ്ഞു. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല.
അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് തന്നെ ഞാൻ വീട്ടിൽ പോണതിൻ്റെ മുമ്പ് പള്ളിയിലേക്ക് വന്നിട്ടാണ് പോയത്. പള്ളിയിൽ വന്നപ്പോൾ അച്ഛനിങ്ങനെ പറഞ്ഞു, നിങ്ങൾ വന്നോ എന്നറിയാൻ വേണ്ടി ഞാൻ ഗേറ്റിലേക്ക് നോക്കുമ്പോൾ മേടയുടെ മുമ്പിൽ ആനയും ഗേറ്റിൻ്റെ മുമ്പിൽ ഞാനും നിൽക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ആ ടൈമിൽ നമുക്കൊന്നും ചെയ്യാനില്ല, മാതാവിനോട് പ്രാർത്ഥിച്ചു, വിമല ഹൃദയ പ്രതിഷ്ഠ ആ ടൈമിൽ അച്ഛൻ ചെല്ലിയെന്നാണ് പറയണത്. അച്ഛൻ എല്ലാ ദിവസവും കുർബാന കഴിയുമ്പോൾ അച്ഛൻ മാതാവിനോടുള്ള വിമല ഹൃദയ പ്രതിഷ്ഠ ജപം ചെല്ലാറുള്ളതാണ്. ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരാറില്ല, പക്ഷേ ഞാൻ വരുമ്പോഴൊക്കെ അത് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ വണ്ടി ഓടിക്കുകയാണെങ്കിലും കിടക്കാൻ പോകുന്നതിന് മുമ്പാണെങ്കിലും ദിവസത്തിൽ ഒരു സങ്കീർത്തനങ്ങൾ 91 ഞാൻ ചെല്ലാറുണ്ട്. അതിൻ്റെ ദൈവാനുഗ്രഹമാണ് ഒരു വലിയ അപകടത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത്. അതെ, ഇവർ അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവരും സർവശക്തന്റെ തണലിൽ കഴിയുന്നവരും കർത്താവിനോട് എൻ്റെ സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്നു പറയും. അവിടുന്ന് ഇവരെ വേടൻ്റെ കിണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കുന്നു. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് ഇവരെ മറയ്ക്കുന്നു. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ ഇവർക്ക് അഭയം നൽകുന്നു. വഴിതെറ്റിയെത്തിയ ആക്രമണകാരിയായ കാട്ടാനയുടെ കൊമ്പിൽ നിന്നും മകനെ രക്ഷിക്കുന്നു. നിലത്തു വീണ മകനെ ചവിട്ടാൻ നോക്കിയ ആനയുടെ കാലുകളെ കർത്താവിൻ്റെ ദൂതർ തടയുന്നു. തുമ്പിക്കൈയിൽ കോരിയെറിഞ്ഞ് കൂർത്ത കൊമ്പുകൾ കൊണ്ട് കുത്തുമ്പോൾ അവയെല്ലാം ദിശ തെറ്റി നിലത്ത് നിഷ്ഫലമാകുന്നു. അതെ, ഇതാണ് അക്ഷരങ്ങൾക്കുമപ്പുറമുള്ള വചനത്തിൻ്റെ ജീവൻ തുടിക്കുന്ന ശക്തി. മരിയ ഭക്തനും മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ പ്രചാരകനുമായ വികാരി ആൻഡോ അച്ഛൻ്റെ വാക്കുകളിലൂടെ. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ജനുവരി 17 നമ്മുടെ ദേവാലയത്തിൽ നടന്ന പ്രത്യേകിച്ച് ഒരു സംരക്ഷണത്തിൻ്റെ സംഭവമാണ് ഞാൻ പറയുന്നത്. ഞായറാഴ്ചയായിരുന്നു അന്ന് രാവിലെ ഞാൻ 6 മണിക്ക് ദേവാലയത്തിൽ വന്ന ശേഷം തിരിച്ചു പോയി. 6:50 ഞാൻ ഒരിക്കലും കൂടെ ദേവാലയത്തിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ദേവാലയത്തിൽ ജനലിലൂടെ നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ മുന്നിലൂടെ ഞാൻ മുറിക്കുള്ളിലാണ്, ഒരു കൊമ്പനാന പോകുന്നുണ്ട്. യാദൃശ്യമായിട്ട് അവിടെ ആന വരേണ്ട യാതൊരു കാര്യമില്ല, പക്ഷേ ഞാൻ പെട്ടെന്ന് എനിക്ക് ശരിക്കും ഒരു ബോധം നഷ്ടപ്പെട്ടതുപോലെ അവസ്ഥയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ വീണ്ടും പള്ളിയിലേക്ക് നോക്കിയപ്പോൾ കാണുമ്പോൾ ഗേറ്റ് തുറന്ന് ക്ലിഫ്റ്റൻ സ്കൂട്ടറിൽ കയറി വരികയാണ്. പിന്നെ കാണുന്നത് ചിഹ്നം വിളിച്ചുകൊണ്ട് ഓടുന്ന ആനയും, പിന്നെ സ്കൂട്ടർ എടുത്തെറിയുന്നു, അതുപോലെ ക്ലിഫ്റ്റൻ എടുത്തെറിയുന്നു. അങ്ങനെയുള്ള കണ്ടുപോയപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാനത് ആകെ ഒരു മരവിച്ച ഒരവസ്ഥയിലായി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. പെട്ടെന്ന് ഞാൻ കാണുന്ന, എൻ്റെ മനസ്സിൽ കാണുന്ന ഒരു ചിന്ത ഇതാ, ദൈവമേ ഈ ഇടവകയുടെ കണ്ണുനീരെന്ന് തീരും. ഇതായിരുന്നു പെട്ടെന്ന് കടന്നുപോയ ചിന്ത. രണ്ടാമത് ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്ന ഒരു ചതഞ്ഞറിഞ്ഞ ഒരു ശവശരീരമാണ്. ഇത് രണ്ടും ആകെ തളർന്നുപോയി. കാരണം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ആർക്കും കടന്നു വരാൻ പറ്റാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പരിശുദ്ധ അമ്മ ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്. മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള പ്രചോദനം ഉണ്ടായി. ഞാൻ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രത്യേകിച്ച് ക്ലിഫ്റ്റനെ സമർപ്പിച്ചു. അത് കഴിഞ്ഞ് ഈശോയുടെ തിരുരക്തം എന്ന പുസ്തകത്തിലെ 6ാമത്തെ ഒരു ചാപ്റ്ററിലെ യേശുവിൻ്റെ യോഗാത്മക പ്രാർത്ഥന, ഒരു ഡെലിവറൻസ് പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ചൊല്ലി. ഇതിൻ്റെ ഇടയ്ക്ക് ആന ക്ലിഫ്റ്റനെ വലിച്ചെറിയുന്നുണ്ട്, കാലുകൾക്കിടയിൽ തട്ടുന്നുണ്ട്, ചവിട്ടാൻ വേണ്ടി കാല് ഉയർത്തുന്നുണ്ട്, 1-2 പ്രാവശ്യം വലിച്ച് തട്ടിയിട്ട് അവർ ചുവരിലേക്ക് എറിയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഓടി വന്ന് നോക്കി കാര്യങ്ങൾ, പെട്ടെന്ന് ക്ലിഫ്റ്റിനെ നോക്കി. എൻ്റെ മനസ്സിൽ ഞാൻ മനസ്സിലാക്കിയത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു സംരക്ഷണമാണ് ഞാൻ കണ്ടത്. ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മാതാവിൻ്റെ സംരക്ഷണം പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം ജീവിതത്തിലെ സങ്കീർണതകളിൽ, ഉത്തരം കിട്ടാത്ത അവസ്ഥകളിൽ, തകർന്ന് തളർന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളിൽ ഞാൻ ചെയ്യുന്നത് മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുന്നത് ചെയ്യാറുണ്ട്.
കുറച്ച് കഴിയുമ്പോൾ ശാന്തമായിട്ട് കാര്യങ്ങൾ ഇടപെടുന്നതും കാര്യങ്ങൾ ഭംഗിയായി പരിശുദ്ധമായി ഏറ്റെടുക്കുന്നതും കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദേവാലയത്തിൽ മലപ്പറപ്പിലായിരിക്കുമ്പോൾ ക്രിസ്തായ പള്ളിയിൽ വെച്ച് മാതാവിൻ്റെ ഫാത്തിമ എന്നുള്ള തിരുസ്വരൂപം കൊണ്ടുവന്നു. ആ സമയത്ത് ഞാൻ അവിടെ നിന്നാണ് എനിക്ക് മാതാവിൻ്റെ വിമല ഹൃദയത്തെക്കുറിച്ചുള്ള പ്രതിഷ്ഠയുടെ പ്രാർത്ഥനയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ സംഭവം പെട്ടെന്ന് എന്നെ പരിശുദ്ധ അമ്മയാണ് ഓർപ്പിച്ചത്. തീർച്ചയായിട്ടും ആ പ്രാർത്ഥന ചൊല്ലി, ഈ ഡെലിവറൻസ് പ്രാർത്ഥന ചൊല്ലി. പിന്നെ ഞാൻ കാണുന്നത്, ഞാൻ പ്രതീക്ഷിച്ചതല്ല, ജീവനുള്ള ഒരു ശരീരമാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഉറപ്പുണ്ട് പരിശുദ്ധ അമ്മയുടെ ശക്തമായ സംരക്ഷണമാണെന്നുള്ള ഒരു സംശയമില്ല. പ്രത്യേകിച്ച് ക്ലിഫ്റ്റൻ്റെ അമ്മ അപ്പനുമൊക്കെ ദേവാലയത്തിൽ തന്നെയാണ് മിക്കവാറും. ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായാലും പള്ളി വൃത്തിയാക്കുന്ന കാര്യത്തിലായാലും ദേവാലയത്തിലെ ശുശ്രൂഷയിൽ എന്തിലായാലും അവർ മുന്നോട്ടുണ്ട്. അന്ന് അവർ ദേവാലയത്തിൽ, പ്രത്യേകിച്ച് ദേവാലയത്തിൽ എത്തിയവരാണ്. അപ്പം ദേവാലയവുമായും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ ദൈവം എങ്ങനെ സംരക്ഷിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ബോധ്യവും തെളിവും ഒരടയാളവും അത്ഭുതമായിട്ടാണ് ഞാനിത് കാണുന്നത്. ഞാൻ പ്രത്യേകിച്ച് മാതാവിന് നന്ദി പറയുന്നു. ഇതൊരു ശരിക്കും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണമായിട്ട് ഞാൻ കാണുന്നു. നിലമ്പൂർ നഗരത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം കേട്ടുകേൾവിയില്ലെങ്കിലും തൻ്റെ മുൻപിൽ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് ദൃക്സാക്ഷിയും ഈ ദേവാലയത്തിൻ്റെ സമീപവാസിയുമായ മിനിയുടെ വാക്കുകൾ. ഈ ദേവാലയത്തിൻ്റെ തൊട്ട് പുറകിൽ വശത്തായിട്ടാണ് ഞാൻ താമസിക്കുന്നത്. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകാനുള്ള തിരക്കിട്ട പണികളുടെ ഇടയിലായിരുന്നു. ആ സമയത്ത് വേസ്റ്റ് വെള്ളം കൊണ്ട് കളയുവാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആനയുടെ ചിഹ്നം വിളി കേൾക്കുന്നത്. അപ്പം ഞാൻ അമ്മയോട് പറയുകയും ചെയ്തു, അമ്മ ആരെയോ ഇറയെ കിട്ടിയിട്ടുണ്ടല്ലോ ആനയ്ക്ക് എന്നുള്ളത്. വന്ന് വേസ്റ്റ് വെള്ളം കളയാനായിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് വണ്ടി തെറിച്ച് വരുന്നതായിട്ടും അതിൻ്റെ പുറകിൽ ഒരാളും വരുന്നതായിട്ട് കണ്ടു. പക്ഷേ ആ സമയത്ത് ആൻ്റണി ചേട്ടനാണ് ഇവിടെ ഉണ്ടാവാറുള്ളത്. ഞാൻ എൻ്റെ ചേട്ടായിയോട് വിളിച്ച് പറഞ്ഞു, സജിചേട്ടാ അതാണ്ട് ആൻ്റണി ചേട്ടനെ ആന തട്ടി തെറിപ്പിക്കണോ, ആൻ്റണി ചേട്ടനെ ശരിയാക്കിയിട്ടുണ്ട് എന്ന്. ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അത് മോനെയാണ് എന്നുള്ളത്. പിന്നീട് നോക്കിയപ്പോൾ ആന ഇവനെ കോരിയെടുത്ത് എറിയുന്നതായ ഒരു രംഗമാണ് കാണുന്നത്. പള്ളിയുടെ സൈഡ് വശത്ത് മാതാവിൻ്റെ ഗ്രോട്ടോ ഇരിക്കുന്നതിൻ്റെ ആ സൈഡ് വശത്തേക്ക് ഇവനെ തട്ടി തെറിപ്പിച്ചു. ഇവൻ ചുമരയിൽ തട്ടി താഴേക്ക് വന്നു. വീണ്ടും ആന ഇവനിലേക്ക് കുത്താനായിട്ട് കൊമ്പുകൾ താത്തിയുന്ന സമയത്ത് ഇവന് ശരിക്കും കുത്ത് കിട്ടിയില്ല. ഇവൻ്റെ പാൻറ്റിൻ്റെ സൈഡിൽ കൂടെ ആ കൊമ്പ് പോവുകയാണ് ഉണ്ടായത്. പിന്നീട് ഇവനെ ചവിട്ടാനായിട്ട് ആന കാല് പൊക്കിയപ്പോൾ എന്തോ ദേവാലയത്തിൻ്റെ സൈഡ് ആയതുകൊണ്ട് ഉണ്ണീശോയുടെയും മാതാവിൻ്റെയും ഒക്കെ ശക്തി, പിന്നെ അൾത്താര ബാലനായിരുന്നു. അൾത്താരെ കയറുന്നവരെ ആരും ദൈവം വെറുതെ വിടുകയില്ല, അവരെല്ലാം ദൈവം ഏത് സമയവും സംരക്ഷിച്ചു കൊണ്ടിരിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ദൈവം അവനെ ഉരുട്ടി മാറ്റി. അവൻ ഉരുണ്ടു മാറുന്നതായിട്ട് ഞാൻ കണ്ടു. ദൈവം അവനെ പൂർണ്ണമായിട്ടും രക്ഷിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻ്റണി ചേട്ടനായാലും സിസ്റ്റർ ആൻറ്റി ആയാലും പള്ളിക്ക് വേണ്ടി എന്തും ചെയ്യാൻ അവർ രാപകലില്ലാതെ ഓടി നടക്കുന്ന വ്യക്തികളാണ്. സിസ്റ്റർ ആൻറ്റിയുടെ കയ്യിലാണെങ്കിൽ ഏത് നേരവും ഒരു ജപമാല ഉണ്ടാകും. ജപമാല ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് സിസ്റ്റർ ആൻറ്റി. ഈ ഗ്രോട്ടോയുടെ മുന്നിലായാലും വൈകുന്നേര സമയങ്ങളിൽ ഞങ്ങളൊരു 3 പേര് സ്ഥിരമായിട്ട് വന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പൂർണ്ണമായ ഉറപ്പാണ് മോൻ രക്ഷപ്പെട്ടത് സിസ്റ്റർ ആൻറ്റിയുടെയും ആൻ്റണി ചേട്ടൻ്റെയും ആ വലിയ മനസ്സിന് ദൈവം കൊടുത്ത പ്രതിഫലമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക്, അവിടുത്തെ കരുണയിൽ അഭയം തേടുന്നവർക്ക് തക്ക സമയത്ത് അവിടുത്തെ സംരക്ഷണവും സഹായവും സ്വർഗത്തിൽ നിന്നും ലഭിക്കുമെന്ന ആത്മീയ സത്യം ഈ സംഭവത്തോടെ ഈ ഇടവകാംഗങ്ങൾ ആഴത്തിൽ ദർശിച്ചു. ഈശോയിൽ സ്നേഹമുള്ളവരെ, എൻ്റെ പേര് വിൻസെൻ്റ് എ ഗൊൺസാഗ. ഞാൻ നിൽക്കുന്നത് നിലമ്പൂർ ഇൻഫൻറ്റ് ജീസസ് പള്ളിയുടെ ഈ ഒരു പരിസരത്താണ്. ഈ പള്ളി ആരംഭിച്ച കാലം മുതൽക്ക് തന്നെ ഞാൻ ഈ ഇടവക അംഗമാണ്. ഇവിടെ കഴിഞ്ഞ ജനുവരി 17-ാം തീയതി നമ്മൾക്ക് വിശേഷിപ്പിക്കുന്ന ഒരു അതിശയം എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു സംഭവം ഉണ്ടായി. ഈ ദേവാലയ പരിസരത്ത്, ഈ ദേവാലയത്തിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു കാട്ടാന വന്നു. സാധാരണഗതിയിൽ നിലമ്പൂരിൻ്റെ ടൗൺ പ്രദേശത്തോ എങ്ങും തന്നെ കാട്ടാന ഇറങ്ങിയ ചരിത്രമില്ല. പക്ഷെ അന്ന്
ഈ ദിവസം ഇവിടെ ഈ കാട്ടാന ഈ പള്ളിയുടെ മുൻപിൽ വരികയും ഈ പള്ളിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ പള്ളി സെക്രട്ടറിയുടെ മകനെ ആക്രമിക്കുകയും ചെയ്തു. അന്നത്തെ ആ ഒരു സംഭവം, അന്ന് എല്ലാവരും വളരെയധികം ഭയവിഹുലരായി, ഒരുപാട് കരച്ചിലും ബഹളങ്ങളും ഒക്കെ നടന്നു. എങ്കിലും ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് അത് ഒരു ബോധ്യപ്പെടുത്തലായിരുന്നു. ആന കടന്നു വരാൻ ഒരു വഴിയുമില്ലാത്ത ഈ ദേവാലയത്തിൻ്റെ മുറ്റത്തേക്ക് ഒരു കാട്ടാന വരികയും ഈ പള്ളിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അതും ഈ പള്ളിയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ആക്രമിക്കുകയും ചെയ്തു എന്നുള്ളത്. അവിടെ ആ ആക്രമണത്തിൽ ചെറിയ പരിക്കുകൾ അവന് ഏറ്റുവെങ്കിലും അവന് മറ്റപകടങ്ങളൊന്നും സംഭവിച്ചില്ല. സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് പലപ്പോഴും, കാട്ടിൽ ആന ഉപദ്രവിക്കുമ്പോൾ ആ വ്യക്തിയെ പിന്നെ ജീവനോടെ തിരിച്ചു കിട്ടില്ല എന്ന്. ഇവിടെയും ഞങ്ങളിൽ പലരും ചിന്തിച്ചതും അതുതന്നെയാണ്. പക്ഷേ അവിടെയാണ് ദൈവത്തിൻ്റെ, ഉണ്ണീശോയുടെ ആ ഒരു ഇടപെടൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ഞങ്ങളുടെ വികാരിയച്ഛൻ ഇവിടെ വന്ന കാലം മുതൽക്ക് തന്നെ എപ്പോഴും കുർബാനയ്ക്ക് ശേഷം പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ പ്രതിഷ്ഠിച്ചുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ അച്ഛൻ തുടർച്ചയായിട്ട് ആ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലുമ്പോഴേക്കും ചിലപ്പോഴൊക്കെ എന്തിനാണ് എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. അച്ഛൻ പരിശുദ്ധ മറിയത്തിൻ്റെ ആ വിമല ഹൃദയത്തിൽ ഞങ്ങളെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നില്ലായിരുന്നുവെങ്കിൽ ഇവിടെ പല അപകടങ്ങളും ഇവിടെ സംഭവിക്കുമായിരുന്നു. ആ മാതാവിൻ്റെ പരിപാലന, ആ ഒരു സംരക്ഷണം, ഞങ്ങളെല്ലാം ആ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചതിൻ്റെ ആ ഒരു അനുഭവം തന്നെയാണ് ഇവിടെ ഞങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെട്ടത്. അല്ലെങ്കിൽ മരണം സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലായിരുന്നു. ആ ഒരു മരണത്തിൻ്റെ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും നിൻ്റെ സംരക്ഷണമുള്ളപ്പോൾ ഞാൻ എന്തിനു പേടിക്കണം എന്ന സങ്കീർത്തനം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതും അപ്പോൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അപകടം ഇവിടെ ഒഴിവായത് ഞങ്ങളുടെ ആരുടെയും കഴിവല്ല, ഇവിടെ രക്ഷിക്കാൻ ഓടിയവരുടെയോ അല്ലെങ്കിൽ ഓടിക്കൂടിയ ആൾക്കാരുടെ ഒന്നിൻ്റെയുമല്ല, ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ്. ഞങ്ങളെ ദൈവം എല്ലാ സമയത്തും ഏത് ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കും എന്നുള്ള ആ ഒരു ബോധ്യപ്പെടുത്തൽ കൂടിയായിരുന്നു ആ ഒരു സംഭവം. സർവശക്തനായ ദൈവത്തോട് ഞങ്ങളതിന് വളരെയധികം നന്ദി പറയുകയാണ്. ഈ ഇടവക, ഞാൻ മാത്രമല്ല, ഈ ഇടവക സമൂഹത്തിലെ എല്ലാവരും ഇന്നും ഇടവകയിൽ ഇവിടെ ഞായറാഴ്ചകളിലും മറ്റ് ദിവസങ്ങളിലുമെല്ലാം ഒത്തുകൂടുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളതും ദൈവത്തിൻ്റെ ആ പരിപാലനയെക്കുറിച്ച് മാത്രമാണ്. സർവശക്തനായ ദൈവം എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കും എന്നുള്ളത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു ഈ ദിവസങ്ങളിൽ. ഇന്നും ഈ ദേവാലയ അങ്കണത്തിൽ ഈ അപകടത്തിൻ്റെയും ദൈവിക സംരക്ഷണത്തിൻ്റെയും നേർത്ത പാടുകൾ മായാതെ നിലനിൽക്കുന്നു. ആനയുടെ കൊമ്പുരഞ്ഞ പാടുകൾ, ചവിട്ടേറ്റ കുഴികൾ, പക്ഷേ ചോരയുടെ പാടുകൾ മാത്രം എങ്ങുമില്ല. കാരണം ഈ പ്രാർത്ഥനകളൊന്നും ആകാശത്തിൽ ലയിച്ച് നിഷ്ഫലമാകാനുള്ളതല്ല, വെറുതെ സമയം കളഞ്ഞതുമല്ല, സ്വർഗത്തിൽ നിക്ഷേപമായി നിലനിൽക്കുന്നതാണ്. തക്ക സമയത്ത് അത് ഭൂമിയിൽ ദർശിക്കുക തന്നെ ചെയ്യും. 91 സങ്കീർത്തന വചനത്തിൻ്റെ ഏറ്റവും അവസാന വരികൾ പോലെ, എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അതെ, കർത്താവിൻ്റെ രക്ഷയുടെ കരം അവിടുത്തെ ആശ്രയിക്കുന്നവരുടെ മുൻപിൽ ഉയർന്നു തന്നെ നിൽക്കും. ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞങ്ങൾ കുടുംബം ഒന്നായിട്ട് ഞങ്ങൾ ദിവസവും വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ 91 സങ്കീർത്തനം, 23 സങ്കീർത്തനം, 121 സങ്കീർത്തനം, 139 സങ്കീർത്തനം ഞങ്ങൾ എല്ലാ ദിവസവും ചൊല്ലും കുടുംബാംഗങ്ങൾ ഒരുമിച്ച്. അപ്പം ഈശോ ഞങ്ങളെ നേരിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെട്ട് ഞങ്ങളുടെ മോനെ ജീവനോടെ ഞങ്ങൾക്ക് തന്നു എന്ന് ഞങ്ങൾ ഇന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഈ 23 സങ്കീർത്തനം വായിക്കുമ്പോൾ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് പ്രാവർത്തികമാക്കി ഈശോയ്ക്ക് നന്ദി പറഞ്ഞാൽ തീരില്ല ഞങ്ങളുടെ ജീവിതം.
മക്കൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ഇത് വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ളൊരു അവസരം കൂടിയായി തീർത്തു ദൈവം. ഈ കഴിഞ്ഞ 17-ാം തീയതി നടന്ന ആ വലിയ അപകടത്തിൽ നിന്ന് എൻ്റെ മകനെ ദൈവം ഉള്ളംകൈയിൽ കാത്തു രക്ഷിച്ചു. ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. ഉണ്ണീശോയും മാതാവും കൂടി എൻ്റെ മകനെ ഒരു പോറൽ പോലും ഏൽക്കാതെ ജീവനോടെ തിരിച്ചു തന്നതിന്. എൻ്റെ കൺമുമ്പിൽ നടന്ന ആനയെ എടുത്ത് കൊച്ചിനെ എറിയുന്നത് ഞാൻ നേരിൽ കണ്ടു. ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി തിരിച്ചു കിട്ടില്ല എന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ നിന്നത്. അവസാനം ഞാൻ വന്ന് നോക്കുമ്പോൾ ബോധമില്ലാതെ കിടക്കുന്ന കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നോക്കുമ്പോൾ യാതൊരു കുഴപ്പവുമില്ല. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ ഒരുപാട് അപകടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒരാളും ഇന്ന് വരെ ആനയുടെ മുമ്പിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ ഇത് അത്ഭുതത്തിൻ്റെ മേളിൽ ഒരു അത്ഭുതമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഭയവും തോന്നുന്നുണ്ട്, ചില സമയത്ത് ഭയങ്കര ആശ്വാസവും തോന്നുകയാണ്. കാരണം ഉണ്ണീശോയും മാതാവും കൂടി രണ്ടുപേരും കൂടി കൊച്ചിനെ ഒന്നും സംഭവിക്കാതെ തിരിച്ചു തന്നതിന് എൻ്റെ ജീവിതം എന്നും ഈ മാതാവിൻ്റെ ഉണ്ണീശോയുടെ മുമ്പിൽ അടിയറ വച്ചിരിക്കുകയാണ്. ഈ വലിയ അപകടത്തിൽ നിന്ന് ഞങ്ങളെ ദുഃഖത്തിൽ നിന്ന് കരകയറ്റിയതിന് ഇന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്നതിനും മാതാവിൻ്റെയും ഉണ്ണീശോയുടെ അനുഗ്രഹം എന്നും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ പള്ളിയുടെ ഏകദേശം 9 കൊല്ലത്തോളമായി പാരിഷ് സെക്രട്ടറിയായിട്ട് നിൽക്കുകയാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും സാക്രിസ്റ്റിനായിട്ടും ഞാൻ സേവനം ചെയ്യുന്നുണ്ട്. ഇവിടെ പള്ളി വൃത്തിയാക്കുന്നതിനും എല്ലാം പള്ളിയുടെ ഒരു കാര്യവും മുടങ്ങാതെ എൻ്റെ ഉത്തരവാദിത്തം ഞാൻ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സന്തോഷം എനിക്കിപ്പോഴും ഉണ്ട്. കാരണം എന്ത് ജോലി തിരക്കാണെങ്കിലും ആ കൃത്യസമയത്ത് വന്ന് ഇവിടുത്തെ പള്ളിയുടെ കാര്യങ്ങൾ നോക്കിയിട്ടേ ഞാൻ മറ്റു കാര്യങ്ങൾ ചെയ്യലുള്ളൂ. ആ ഒരു സന്തോഷവും എനിക്കുണ്ട്. ജനുവരി 18 ഈ പത്രവാർത്ത ഈ ബൈബിളിനോട് ഇവിടെ ചേർന്നിരിക്കുന്നു ഒരു ഓർമ്മചിത്രമായി, കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ ജ്വലിക്കുന്ന അടയാളമായി. നിലമ്പൂർ നഗരത്തിൽ കാട്ടാന ഇറങ്ങി ഒരാൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന ഈ വാർത്തയ്ക്കുമപ്പുറം സ്വർഗത്തിൻ്റെ കരുണയുടെ വെളിച്ചം നിറയുന്ന വാർത്താചിത്രമായി ഇത് നിലനിൽക്കുന്നു. ഇന്നും വിരിഞ്ഞു നിൽക്കുന്ന ഈ ദേവാലയമുറ്റത്തെ പൂക്കളും ഈ അപകടത്തിൻ്റെ പാടുകളും ഏറ്റുപാടുന്നു. ഈ കുടുംബത്തിൻ്റെ സ്നേഹസങ്കീർത്തനം, ദൃഢമായ വിശ്വാസ സങ്കീർത്തനം, 91-ാം സങ്കീർത്തനത്തിലെ ഈ വരികൾ പോലെ: അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അതെ, സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ, സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ. സ്നേഹത്തിനിത്രയും ആഴമോ, വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ, കണ്ണീരുമായ്ക്കും സ്നേഹമേ നിൻ കാരുണ്യമിത്രയും ദീപ്തമോ. സ്നേഹത്തിനിത്രയും ആഴമോ, വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ, കണ്ണീരുമായ്ക്കും സ്നേഹമേ നിൻ കാരുണ്യമിത്രയും ദീപ്തമോ. നിത്യസ്തുതിക്കേറ്റം യോഗ്യനേ, നിത്യനാം ദിവ്യകാരുണ്യമേ, എന്നുള്ളിലേറിയും സ്നേഹമേ, ആരാധന സ്തുതി സ്തോത്രം.